നമസ്കാരം. പഠനം എത്ര സിമ്പിൾ, ഇന്ന് ആ വിഷയത്തെക്കുറിച്ചാണ്. പരീക്ഷകൾ പലപ്പോഴും പരീക്ഷണങ്ങളാണ്. പരീക്ഷ പേടിയില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. കുറേ കൂടി ഫലപ്രദമായി പേടിയില്ലാതെ എങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ സാധിക്കും? പരീക്ഷകളെ ഒരിക്കലും സമ്മർദ്ദത്തോടെ അഭിമുഖീകരിക്കരുത്. ചെറിയ അളവിലുള്ള ഉത്കണ്ഠ ഒരു പരിധിവരെ പരീക്ഷയെ ഗൗരവമായി കാണാൻ സഹായിക്കും. എന്നാൽ അതിരുകടന്ന ഉത്കണ്ഠ പരീക്ഷയെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ പരീക്ഷയുടെ ഫലത്തെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതിനേക്കാൾ അവരവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്കുണ്ടാകേണ്ടത്. ഇത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിനുള്ള മാനസിക ആരോഗ്യം നൽകും. പരസ്പരം താരതമ്യം ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. അത് രക്ഷകർത്താക്കൾ ചെയ്യുന്നതായാലും വിദ്യാർത്ഥികൾ സ്വയം ചെയ്യുന്നതാണെങ്കിലും പൂർണ്ണമായും ഒഴിവാക്കണം. വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളെ മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനവും ദൗത്യവും ഈ ലോകത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത്. മാത്രമല്ല, അത്തരത്തിലുള്ള പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും തള്ളിക്കളയുകയും വേണം. വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ദിനചര്യ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഉറക്കം, ഭക്ഷണം, പഠനം, വ്യായാമം എന്നിവ എന്നും കൃത്യമായി ഒരേ സമയം ചെയ്യേണ്ടതാണ്. വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുന്നത് പഠനം കുറേ കൂടി ഫലപ്രദമാക്കുന്നതിന് സഹായിക്കും. അതുപോലെ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് 25 കിലോഗ്രാം ഭാരത്തിന് 1 ലിറ്റർ എന്ന അളവിൽ, അഥവാ 50 കിലോഗ്രാം ഭാരം ഉള്ള ഒരാൾ 2 ലിറ്റർ വെള്ളം ദിവസവും എന്ന അളവിൽ കുടിക്കണം. എത്രത്തോളം ആവർത്തിച്ച് പഠിക്കുന്നോ അത്രത്തോളം ഓർമ്മശക്തി കൂടും. എങ്കിലും പഠിക്കാനുള്ള വേഗതയുടെ അളവ് ഓരോരുത്തരിലും കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുന്നത് പരീക്ഷാ സമയത്ത് നന്നായി ഗുണം ചെയ്യും. അതുപോലെ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിച്ചാൽ അവസാന നിമിഷം വേഗത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കണക്കും പ്രോബ്ലം സോൾവിംഗ് ഉള്ള വിഷയങ്ങൾ ചോദ്യം മാത്രം എഴുതി എടുത്ത ശേഷം സ്വന്തമായി ചെയ്ത് പഠിക്കണം. ഇടയ്ക്ക് സംശയം വന്നാൽ നോക്കുന്നതല്ലാതെ നോക്കി വായിച്ച് ഇത്തരം വിഷയങ്ങൾ പഠിക്കാതിരിക്കുക. കൂടാതെ ഇഷ്ടവിഷയങ്ങൾ ആദ്യം കുറച്ച് സമയമെടുത്തും പ്രയാസമുള്ള വിഷയങ്ങൾ തുടർന്ന് കൂടുതൽ സമയമെടുത്തും പഠിക്കുന്നതാണ് നല്ലത്. പഠനം എല്ലാവർക്കും ലളിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു.